وآله الأبرار وأصحابه الأخيار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي കിനാവിൽ ഹബീബിനെ കാണാൻ കിനാവിൽ ഹബീബിനെ കാണാൻ കൊതിക്കുന്ന ഒരു പാവി പാടുന്നിതാ വിഷാദങ്ങളാലെ ഞാൻ പാടുന്നു തിരുഗീതം കേൾക്കൂ നബിയേ അസ്സലാം കേൾക്കൂ നബിയേ അസ്സലാം ഇഷ്കിന്റെ തേരാറിൽ നാളേറെയായി ഞാൻ പാടുന്ന മധുഹരികൾ യാ റസൂലേ ഇഷ്കിന്തെന്നറിയാത്ത പാപി ഞാനാണേലും തഴുകാമോ എൻ കരവിൽ യാ റസൂലേ തഴുകാമോ എൻ കരവിൽ യാ റസൂലേ മധുര മദീന എൻ്റെ മനസ്സിലെ സീന യാ ഹബീബന എന്നിലണയണം തേന ഇഷ്ക് ചൊല്ലി പാട്ടു പാടിയോതുന്നിതാ ശരീനങ്ങൾ മൂടുന്നിതാ കിനാവിൽ ഹബീബിനെ കാണാൻ കിനാവിൽ ഹബീബിനെ കാണാൻ കൊതിക്കുന്ന ഒരു പാവി പാടുന്നിതാ വിഷാദങ്ങളാലെ പാടുന്നു തിരുഗീതം കേൾക്കൂ നബിയേ അസ്സലാം കേൾക്കൂ നബിയേ അസ്സലാം. പ്രകാശം സംഘടിക്കുന്ന പ്രൗഢമായ ഈ സദസ്സിൽ ഭൂയിഷ്ഠരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നിരുവമ്പായ ശാഖ ESKSSF-ന്റെ 27ാമത് വാർഷിക പരിപാടിയാണ് ഒരുമിച്ച് കൂടിയത്. നമ്മൾ ഒരുമിച്ച് കൂടിയ അല്ലാഹു സക്രമമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ വേദിയിൽ മനോഹരമായി പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി ബഹുമാനപ്പെട്ട ശൈഖുന ഉമർ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. മനോഹരമായി പ്രായാധിക്യത്തിലും സുന്ദരമായ രീതിയിൽ അവശതകൾ മറന്നിട്ട് മനോഹരമായ നസീഹത്ത് നൽകിയ നമ്മുടെ വന്ധ്യരായ ഉസ്താദവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഈ സദസ്സിൽ ഒത്തുകൂടിയ എല്ലാ സഹോദരങ്ങൾക്കും പരിസര പ്രദേശത്ത് നടുത്തിലെ മരണപ്പെട്ടു പോയ പല ആളുകളും ഒരു സഹോദരനോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട ശംസീറിന്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു. അതുപോലെ ഒരുപാട് ആളുകൾ വഫാത്തായി പോയിട്ടുണ്ട്. എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം ദുആ ചെയ്യണം. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അദൃശ്യ ലോകത്തിലെ അത്ഭുതങ്ങൾ എന്ന വിഷയം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അല്ലേ ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദൃശ്യലോകത്തിലെ അത്ഭുതങ്ങൾ എന്നതാണ് നമ്മൾ ചർച്ചക്കെടുത്ത വിഷയം. ഒരു 2.5-3 മണിക്കൂർ കൊണ്ട് പറയുന്ന വിഷയമാണ്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വളരെ മനോഹരമായ ഒരു ജീവിതം കിട്ടി. സ്പർശനങ്ങളും കാഴ്ചകളും കേൾവികളും ഒക്കെ അനുഭവിക്കുന്ന അനുഭവഭേദ്യമായ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾ കൊണ്ട് നമുക്ക് മനോഹരമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ് ദുനിയവി ജീവിതം എന്ന് പറയുന്നത്. ഈ ദുനിയാവിയുടെ ജീവിതം കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതമുണ്ട്. മിനൽ മൗത്ത്, മരണം മുതൽ മരണത്തിൽ നിന്ന് തുടങ്ങും കുറിക്കുന്ന ആ അദൃശ്യ ലോകം. ആ അദൃശ്യ ലോകത്തിൽ
നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത വിശാലമായ പള്ളിയുടെ ശ്മശാന ഭൂമികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തോ ഒരു നിശബ്ദതയാണ്, എന്തോ ഒരു നിശബ്ദതയാണ്. എനിക്കൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ അനുഭവിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, അവിടെ മനസ്സിലാക്കേണ്ട ചില അത്ഭുതങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനുള്ളതാണ്. നമ്മൾക്ക് അനുഭവിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. ആ അദൃശ്യ ലോകത്തിൽ ആർക്കാണ് അല്ലാഹു നന്മ കൊടുക്കുന്നത്? തിൽകദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ അദൃശ്യ ലോകത്തിൽ അല്ലാഹു നന്മ കൊടുക്കുന്നത് ആർക്കെന്നറിയോ? അല്ലാഹുവിന്റെ അദൃശ്യ ലോകത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കുന്നത് ആർക്കാ? തിൽകദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ ഫിൽ അർദി വലാ ഫസാദാ. അല്ലാഹുവിന്റെ ദുനിയാവിൽ അക്രമം ചിന്തിക്കാത്തവരാ, അല്ലാഹുവിന്റെ ദുനിയാവിൽ അഹംഭാവമില്ലാത്തവരാ. എന്തെങ്കിലും ഒരു പള്ളിയുടെ സെക്രട്ടറി ആകുമ്പോഴേക്ക്, സംഘടനയുടെ ഭാരവാഹിയാകുമ്പോഴേക്ക്, എന്തെങ്കിലും മനോഹരമായ ബിസിനസ് അല്ലാഹു കൊടുക്കുമ്പോഴേക്ക്, സുന്ദരമായ വീട് അല്ലാഹു കൊടുക്കുമ്പോഴേക്ക് മനസ്സ് നിറയെ അഹങ്കാരമാ. ആളുകളോട് മിണ്ടുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോ, പെരുമാറുന്ന നേരത്ത് വെയിറ്റടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാറില്ലേ? അല്ലാഹുവിന്റെ അദൃശ്യ ലോകത്ത് നന്മയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. തിൽകദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ ഫിൽ അർദി വലാ ഫസാദാ. എന്റെ മരുഭൂമിയുടെ പരിസരത്ത് വന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്തെങ്കിലും നാട്ടുകളിൽ നന്മ നടക്കുന്ന നേരത്ത് SKSSFന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വന്നു നടത്താൻ മുന്നോട്ട് വരുമ്പോ അത് ഇല്ലാതാക്കണമെന്ന കുൽസിതമായ ശ്രമത്തോടെ അല്ലാഹുവിന്റെ ദീൻ വിശ്വസിക്കുന്ന വിശുദ്ധമായ ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു എടുത്തുപോയ ആളുകൾ പോലും അല്ലാഹുവിന്റെ ദീനിന്റെ നന്മ തകരണമെന്ന് ആഗ്രഹിക്കുമ്പോ, ഇത്തരത്തിലുള്ള നന്മയെല്ലാം എടുക്കപ്പെടണമെന്ന് ചിന്തിക്കുമ്പോ അത് അഹംഭാവമാ. പ്രിയമുള്ളവരെ, ഭൂമിയിൽ അക്രമം നടക്കുന്നവർ, ചിന്തിക്കുന്നവർ, കുടുംബത്തിനകത്ത് ഫസാദ് ഉണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന് നല്ല ബിസിനസ് അല്ലേ, കണ്ണൂർ സിറ്റിയിലെ നല്ല ബിസിനസ് അല്ലേ, അതൊക്കെ തരിപ്പണമായി പോയെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ കുടുംബത്തിൽ ഫസാദ് ആഗ്രഹിക്കുന്ന ആളുകൾ, സംഘടനയിലെ ചിത്രത ആഗ്രഹിക്കുന്ന ആളുകൾ, മഹല്ലത്തിനകത്ത് ഫിത്ന ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ അദൃശ്യ ലോകമുണ്ടല്ലോ, അല്ലാഹു വിജയം കൊടുക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ സമയക്കുറവ് പോലെ ഓടുകയാ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സഹാബികളോട് പറയാ, സഹാബാ, ഞാനൊരു സ്വപ്നത്തിന്റെ കഥ പറയട്ടെ. ഇന്നത്തെ ദിവസം ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? പതിനാവിന്റെ നേരത്തെ ആരെങ്കിലും കിരാവ് കണ്ടിട്ടുണ്ടോ? സഹാബികൾ നിബിധങ്ങളോട് പറയുന്ന നബിയേ, ഞങ്ങളൊരു സ്വപ്നവും കണ്ടിട്ടില്ല. ആ നേരത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സഹാബാ, ഇങ്ങനെ പതിനാവിന്റെ നേരത്തിൽ ഞങ്ങളൊരു സ്വപ്നം കാണുക. എന്താണ് സ്വപ്നം എന്നറിയോ? സഹാബികളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പതിനാവിന്റെ നേരത്തിലാ കിടന്നുറങ്ങുന്ന നേരത്ത് രണ്ട് ചെറുപ്പക്കാർ എന്റെ മുന്നിലോട്ട് കടന്നു വരികയാ. രണ്ട് ചെറുപ്പക്കാർ എന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് എന്നോട് പറയുന്ന നബിയേ, നമ്മൾക്ക് പോകാം നബിയേ. ഞങ്ങൾ ചോദിച്ചു, എങ്ങോട്ടാ പോകേണ്ടത്? ആ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരും എന്നോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ബൈത്തുൽ മുഖദ്ദസ് വരെ പോകണം നബിയേ. ബൈത്തുൽ മുഖദ്ദസിൽ
മുതലിന്റെ ഭൂമിക വരെ നമ്മൾ കൊണ്ടുപോകണം നബിയേ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കൈപിടിച്ചിട്ട് 2 ചെറുപ്പക്കാർ കൊണ്ടുപോവുകയാ. പോകുന്ന വഴിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് കാഴ്ച കാണുകയാ. സഹാബികളോട് പറയുന്നുണ്ട്, സഹാബാ, പോകുന്ന വഴിയിൽ ഞാൻ ഒരുപാട് കാഴ്ച കാണുകയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കാണുകയാണ്. ഒന്നാമത്തെ കാഴ്ച എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സഹാബികളോട് പറയാ, ഞങ്ങൾ 3 പേരും നടന്നു പോകുന്ന നേരത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു കൊടുത്തുകൊണ്ട് തന്റെ ശരീരം ഇങ്ങനെ മാറ്റിപ്പൊടിക്കുകയാണ്. ശരീരത്തിന്റെ പിരടി മുതൽ താഴ്ഭാഗം വരെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഏതോ ഒരു ആയുധം കൊണ്ട് മാറ്റിപ്പൊടിക്കുകയാ. രക്തം ഇങ്ങനെ വരികയാ. ആ ചെറുപ്പക്കാരൻ തന്റെ പ്രവർത്തനം തുടരുകയാ. ഞാൻ എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ട 2 കൂട്ടുകാരോട് ചോദിക്കുകയാ, അതാരാ, ഒന്ന് പറയണേ. എന്നോട് പറഞ്ഞു നബിയേ, നമ്മൾക്ക് പോകാൻ നബിയേ, പറഞ്ഞു തരാൻ സമയമായിട്ടില്ല, നമ്മൾക്ക് പോകാൻ നബിയേ എന്ന് പറഞ്ഞിട്ട് എന്നെ കൈപിടിച്ചിട്ട് 2 കൂട്ടുകാരെ മുന്നോട്ട് പോവുകയാ. നടന്ന് നടന്ന് മറ്റൊരു സ്ഥലത്തെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, ഭീകരമായ കാഴ്ച കാണുകയാ. ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു ചെറുപ്പക്കാരന്റെ തലയിലേക്ക് വലിയൊരു കല്ലെടുത്തെറിയുകയാ. ഏറുകൊണ്ടിട്ട് അവന്റെ തല പൊട്ടി പൊളിഞ്ഞു പോകുകയാ. ഞാൻ എന്റെ പ്രിയപ്പെട്ട 2 കൂട്ടുകാരോട് ചോദിക്കുകയാ, കൂട്ടുകാരെ ഒന്ന് പറയണേ, എന്ത് തിന്മയാ ചെയ്തു പോകുന്നത്? ഒരു ചെറുപ്പക്കാരൻ കല്ലുകൊണ്ട് മറ്റവന്റെ തലയെറിയുകയല്ലേ? എന്ത് പാപമാണ് അവന്റെ ദുനിയാവിന്റെ ജീവിതത്തിൽ അവന് ചെയ്യുക എന്ന് ഞാൻ പൊട്ടിക്കരണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചോദിച്ചപ്പോ 2 കൂട്ടുകാരൻ എന്നോട് പറയുകയാണ്, യാ പറഞ്ഞു തരാൻ സമയമായിട്ടില്ല, പറഞ്ഞു തരാൻ നേരമായിട്ടില്ല നബിയേ. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനെ നടക്കുകയാണ്. സഹാബികളോട് പതിനാവിന്റെ നേരത്ത് അല്ലാഹുവിന്റെ റസൂല് കണ്ട സ്വപ്നം പറയുകയാണ്. ഒന്നാമത് കണ്ട കാഴ്ച എന്തെന്നറിയുമോ? ഒരു ചെറുപ്പക്കാരൻ ശരീരം ഇങ്ങനെ മന്തി പൊളിക്കുകയാണ്. രണ്ടാമത്തെ കാഴ്ച എന്തെന്നറിയോ? കല്ലെടുത്തിട്ട് മറ്റവന്റെ തലയെറിഞ്ഞു പൊളിക്കുകയാ. മൂന്നാമതൊരു കാഴ്ച കാണുകയാണ്. നടന്ന് നടന്ന് മറ്റൊരു സ്ഥലത്തെത്തി നേരത്ത് സുബ്ഹാനല്ലാഹ്, മനോഹരമായ അടുപ്പ് കാണുകയാ. അടുപ്പിന്റെ മുകളിൽ വലിയൊരു ചെമ്പ്. ആ ചെമ്പിന്റെ ഉള്ളില് നഗ്നരായ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ജീവിക്കുകയാ. അവർ ആർത്തട്ടഹസിക്കുകയാണ്, നിലവിളിക്കുകയാണെന്ന് രക്ഷപ്പെടുത്തുവോ. അടിഭാഗത്ത് വലിയൊരു തീകുണ്ടാരമാണ്. തീകുണ്ടാരത്തിന്റെ മുകളിലുള്ള ചെമ്പിനകത്ത് ഒരുപാട് നഗ്നരായ ആണുങ്ങളും പെണ്ണുങ്ങളും അട്ടഹസിക്കുകയാണ്. ഞാൻ ചോദിച്ചു, കൂട്ടുകാരെ അതാരാ? പറഞ്ഞു നബിയെ, പറഞ്ഞു തരാ സമയമായിട്ടില്ല. നടന്ന് നടന്ന് മറ്റൊരു സ്ഥലത്തെത്തുകയാ. നാലാമത്തൊരു സ്ഥലത്തെത്തുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു ചുവന്ന പുഴകൾ കാണുകയാ. ഒരു ചുവന്ന പുഴകൾ കാണുകയാ. ആ ചുവന്ന പുഴയുടെ നടുത്തടത്തിൽ ഒരു ചെറുപ്പക്കാരൻ നീന്തി വരുന്നുണ്ട്. കരഭാഗത്തിലേക്ക് കട്ടപ്പെട്ട് നീന്തുകയാ. കരയിലെത്തിയപ്പോ കരഭാഗത്തൊരു ചെറുപ്പക്കാരൻ വടികൊണ്ട വരപ്പുഴയിലേക്ക് തള്ളി വീഴ്ത്തുകയാ. പുഴയിലേക്ക് അവർ വീണു പോകുകയാ. രണ്ടാമതും കെട്ടപ്പെട്ടുകൊണ്ട് നീന്തി വരികയാ. വീണ്ടും അവനെ പുഴയിലേക്ക് തള്ളിവിടുകയാ. ഈ പ്രവർത്തനം ഇങ്ങനെ തുടരുന്ന നേരത്ത് ഞാൻ ചോദിച്ചു, പ്രിയമുള്ള കൂട്ടുകാരെ, അവനാരാ? ഒന്ന് പറഞ്ഞു തരണേ. പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞു, നബിയേ, പറഞ്ഞു തരാ സമയമായിട്ടില്ല. നടന്ന് നടന്ന് മറ്റൊരു സ്ഥലത്തെത്തിയപ്പോ മനോഹരമായ ഒരു വൃക്ഷത്തിന്റെ തണലിൽ ഞങ്ങൾ ചെല്ലുകയാ. വൃക്ഷത്തിന്റെ തണലിൽ ഞങ്ങൾ ചെല്ലുകയാ. ആ തണലോരത്തൊരു വൃദ്ധനായ മനുഷ്യനിരിക്കുകയാ. വൃദ്ധനായ മനുഷ്യന്റെ ചുറ്റുപാടും ഒരുപാട് ചെറിയ മക്കളുണ്ട്. പതിവ് പോലെ ചോദിച്ചു, വൃദ്ധനായ ഉപ്പയാരാ? പറഞ്ഞു, നബിയേ,
സമയമായിട്ടില്ല. അങ്ങനെ നടന്ന് മറ്റൊരു സ്ഥലത്തെത്തിയപ്പോ രണ്ട് സുന്ദരമായ വീട് കാണുകയാ, സുന്ദരമായ കൊട്ടാരം കാണുകയാ. ചോദിച്ചു, ആ കൊട്ടാരം ആരുടേതാ? അവര് പറഞ്ഞു തന്നില്ല. നടന്ന് നടന്ന് ഞങ്ങള് ബൈത്തുൽ മുഖദ്ദസിലെത്തുകയാ. 2 റക്അത്ത് നിസ്കരിച്ചതിന്റെ ശേഷം ഈ പ്രിയപ്പെട്ട 2 കൂട്ടുകാരും അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, നബിയേ, നമ്മൾ മനോഹരമായ കാഴ്ചകൾ കണ്ടല്ലോ, ഒരു വേള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച കണ്ടല്ലോ. അതിന്റെ രഹസ്യം ഞങ്ങൾ പറഞ്ഞു തരട്ടെ. ഒന്നാമത് കണ്ട കാഴ്ച എന്താ? ഒരു ചെറുപ്പക്കാരൻ കൊടുത്തുകൊണ്ട് ശരീരം ഇങ്ങനെ മാറ്റി പൊടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് 2 കൂട്ടുകാരും പറയുന്നു, നബിയേ, അതാരെന്നറിയോ? യുഹദ്ദിസു ബിൽ കിദ്ബ ഹത്താ തബ്ലുഗൽ ആഫാഖ്. നബിയേ, കല്ലാബുൻ, പച്ചനുണ പറയുന്നവരാണ് നബിയേ. യുഹദ്ദിസു ബിൽ കിദ്ബ ഹത്താ തബ്ലുഗൽ ആഫാഖ്. ചക്രവാളങ്ങളെ കീഴടക്കുന്ന പച്ചനുണ പറയുന്നവരാ, ചക്രവാളങ്ങളെ കീഴടക്കുന്ന നുണ പറയുന്നവരാണ് നബിയേ. ആധുനിക കാലത്തെ നുണയാണെന്ന് ഞാൻ ഈ ഹദീസ് പഠിച്ചപ്പോ ചിന്തിക്കുകയാ. ആധുനിക കാലത്ത് നമ്മുടെ വാട്സപ്പിലൂടെ പറയുന്ന നുണയില്ലേ, ഫേസ്ബുക്കുകളിലൂടെ പറയുന്ന നുണയില്ലേ? 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് എത്ര ദീർഘവീക്ഷണത്തോടെയാ. ചക്രവാളങ്ങളെ കീഴടക്കുന്ന പച്ചനുണയാ. കാലത്തൊരു പച്ചനുണ പറഞ്ഞാൽ പറഞ്ഞവരും കേട്ടവരും കഴിഞ്ഞു. ഇന്നങ്ങനെയാണോ? ഒരു നുണ പറഞ്ഞ അത് കാസർഗോട്ടുകാരനാണ് പറഞ്ഞതെങ്കിൽ അത് തിരുവനന്തപുരത്തുകാരനും മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് ലഭിക്കുകയാണ്. മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് ലഭിക്കുകയാണ്. അമേരിക്കക്കാരൻ പടച്ചുവിടുന്ന പച്ചനുണകൾ സെക്കൻഡുകളെ കൊണ്ട് നമ്മുടെ കൈകളിൽ എത്തുകയാണ്. ഇവിടുന്ന് മൗവാഞ്ചേരിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഒരു പച്ചനുണ പറഞ്ഞാൽ അത് അമ്പലക്കണ്ടിയിലുള്ള എന്റെ വാട്സപ്പിലേക്ക് മൈക്രോ സെക്കൻഡിൽ കടന്നു വരികയാ. അങ്ങനെയാണ് ഓരോ ആധുനിക കാലത്തെ നുണകളുടെ അവസ്ഥ. ചക്രവാളങ്ങളെ കീഴടക്കുന്ന പച്ചനുണയാണ്. അത് 14 മുമ്പ് ഹബീബായ നബി തങ്ങൾ ദീർഘവീക്ഷണം ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞതാണത്. എത്ര മനോഹരമായ ദീർഘവീക്ഷണം! ചക്രവാളങ്ങളെ പരിധിക്കപ്പുറം, എല്ലാ സീമകളെയും ലംഘിച്ച് ബൗണ്ടറികൾക്കപ്പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള നുണകൾ പ്രചരിക്കുന്ന കാലമാണിത്. വാട്സപ്പിലൂടെ എന്തെങ്കിലും നുണ പടച്ചുവിടുക. കണ്ണൂർ സിറ്റിയിൽ ഇന്നാലിന്റെ ആൾ അപകടത്തിലാണ്, ഇന്നാലിന്റെ പെൺകുട്ടിയെ കാണാനില്ല, അത് നാട്ടുകാർ മുഴുവൻ ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നാട് മുഴുവൻ പ്രചരിപ്പിക്കുന്നത് പച്ചഹറാമല്ല. പ്രിയമുള്ളവരെ, ഷെയർ ചെയ്യുന്ന ആളുകൾ എന്തിനാണ് തിന്മക്ക് കൂട്ടു നിൽക്കുന്നത്? എന്തിനാണ് നമ്മൾ തിന്മയുടെ വക്താക്കളാകുന്നത്? ആലോചിക്കണം പ്രിയമുള്ളവരെ. കണ്ണാ കാണാൻ പറ്റാത്ത ഹറാമായ ഹറാമിന്റെ മുഖങ്ങള്, അന്യ പെണ്ണിന്റെ ഫോട്ടോകള്, റോഡ് സൈഡിൽ മരിച്ചു കിടക്കുന്ന ഉമ്മ ഉപ്പ ഏതെങ്കിലും പെണ്ണന്മാരുടെ വാരി നിറപ്പെട്ട ശരീരമുണ്ടല്ലോ, ഫോട്ടോ എടുത്തിട്ട് നമ്മൾ സിമ്പതിയായി ഷെയർ ചെയ്യുമ്പോ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന് ഇഷ്ടമാണോ? തിന്മ പരക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമല്ല. തിന്മ പരക്കുന്നതും പരക്കുന്നതും സ്പ്രെഡ് ചെയ്യുന്നതും അതങ്ങനെ എല്ലാവിധ ഒത്താശ നടത്തുന്നതും ലോകത്തിന്റെ സിദ്ധാന്തമല്ലല്ലോ, അല്ലാഹുവിന് പൊരുത്തമല്ല. പിന്നെ നമ്മൾ എന്തിനാണ് കൃത്രിമ സിമ്പതിയോടെ ഏതെങ്കിലും തെരുവോരത്ത് മരിച്ചു കിടക്കുന്ന പാവങ്ങളെ ഫോട്ടോ എടുത്തിട്ട് അവരെ രക്ഷപ്പെടുത്താൻ നോക്ക്, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യ്, അവർക്ക് വേണ്ടി ഫാത്തിഹ, അവർക്ക് വേണ്ടി അസീനോ ഒന്നും ചെയ്യില്ല. എന്നാൽ ഫോട്ടോ എടുത്ത് നാട് മുഴുവനും പരത്തുകയും
അങ്ങനെ ഇല്ലാത്തതാണെങ്കിൽ നാളെ പടച്ചോന്റെ കോടതിയിൽ നമ്മൾ എത്ര മറുപടികളാണ് പറയേണ്ടത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ അനാവശ്യ ഷെയറുകൾ അത് നമ്മൾക്ക് സത്യമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും കണ്ടാൽ അറുക്കുന്നതും വെറുക്കുന്നതും ഫോർവേഡ് ചെയ്യുന്നതും നിർത്താൻ സമയമായിട്ടില്ലേ? അദൃശ്യ ലോകത്തിലേക്കല്ലേ നമ്മൾക്ക് കാലെടുത്ത് വെക്കേണ്ടത്? നിങ്ങൾക്കറിയാം എത്ര ചെറുപ്പക്കാർ ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷറഫ് സാഹിബ് എന്നോട് പറഞ്ഞു, സംസീർ എന്ന കൂട്ടുകാരന്റെ ഉപ്പ 50 വയസ്സിന്റെ താഴെ മാത്രമാണ് പ്രായമുള്ളത്. അള്ളാഹുവിലേക്ക് ഇവിടെ പറഞ്ഞു 60, 70, 80 വയസ്സ് പ്രായമുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടല്ലോ. 50 വയസ്സുള്ളവരുണ്ട്, 40 ഉള്ളവരുണ്ട്, 45 ഉള്ളവരുണ്ട്. എപ്പോഴാണ് ഈ ലോകത്തോട് ഇവിടെ പറയാൻ പറ്റുമോ? നല്ല ബിസിനസ് ഉള്ള സഹോദരൻ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് മരിക്കുന്നു. ഒരു ഉമ്മ സഹോദരി, അള്ളാഹുവേ ആ 2 പേരുടെയും ഖബർ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ ലോകത്തിലേക്കാണ് ഞാൻ നിങ്ങൾ പോകാനുള്ളത്. എങ്ങനെയാണ് അവരുടെ കിടക്കുന്നത്? എന്റെ വാപ്പ, നിങ്ങളുടെ വാപ്പ, വല്ലിമ്മ, കൂട്ടുകുടുംബാദികൾ, ഗുരുനാഥന്മാർ അദൃശ്യ ലോകത്തിലേക്ക് കാലെടുത്തു വെച്ചവരാണ്. ഏതവസ്ഥയാണ് അല്ലാഹു ഇവിടെ കൊടുത്തത്? അല്ലാഹുവേ നന്മ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പ്രിയപ്പെട്ട 2 കൂട്ടുകാരും പറയുന്നു, നബിയേ രണ്ടാമത് നമ്മൾ കാഴ്ച കണ്ടല്ലോ. ഏതാണത്? ഒരു ചെറുപ്പക്കാരൻ മറ്റവന്റെ തല എറിഞ്ഞു പൊളിക്കുകയാണ്. ഒരു സഹോദരൻ ഓപ്പറേറ്റർ വലിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പരിപാടികളുണ്ട്. പിന്നെ ഒരു സൗണ്ട് ഡയറക്ടർ പറഞ്ഞിട്ട് കാര്യം, നമ്മുടെ 2 ബിൽഡിങ്ങിന്റെ സെന്ററിലല്ലേ പരിപാടി. അടുത്ത വർഷം നല്ലൊരു ഓപ്പൺ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ എസ്കെസഫ്കാർ നല്ല ചെറുപ്പക്കാർ. അല്ലാഹു ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹചാരിക്ക് വേണ്ടിയാണ് അല്ലേ? സഹചാരിക്ക് വേണ്ടിയാണ്, പാവപ്പെട്ട രോഗികളെ സഹായിക്കാനാണ്. നാളെ മറ്റന്നാൾ എപ്പോഴാണ് മരിക്കാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല നീയത്തോടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ വാൽഡ് ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചോദിക്കുമെങ്കിൽ എല്ലാവരും ഉമ്മമാരെ സഹോദരിമാരൊക്കെ സ്പോൺസർ ചെയ്യണം. 500 രൂപയാണ് ഒരു രോഗിക്ക് ഒരു മാസത്തെ ചെലവല്ലേ? അങ്ങനെ ഒരു 10-15 രോഗികൾ എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് കിട്ടണം. എപ്പോഴാ വിട പറയാൻ പറ്റില്ല. എന്റെ നാട്ടുകാരനായ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു 10-27 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 2-3-4 ദിവസങ്ങൾക്ക് മുന്നേ സൗദിയിൽ മരണപ്പെട്ട ഒരു ആക്സിഡന്റ്. നല്ലപോലെ ബിസിനസ് ഉണ്ട്, സംവിധാനമുണ്ട്, എല്ലാം ഉണ്ട്. എന്നോട് നവാസ് താരിഖി എന്ന പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, ദാറുസ്സലാം എന്ന മുഖത്തുള്ള സ്ഥാപനത്തിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. എല്ലാവരും നല്ലത് പറയുന്നു. മരിച്ചതിന് ശേഷം റിയാസ് നന്മയ്ക്ക് വേണ്ടി ഓടി നടന്നതുകൊണ്ട് ഇന്നലെ കോഴിക്കോടുള്ള ആദർശ സമ്മേളനത്തിൽ വെച്ചിട്ട് അവിടെ കണ്ടുമുട്ടിയ നേരത്ത് പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ ഒന്നുമില്ല, വേറെ എന്തോ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ അന്ന് മരിച്ച റിയാസ് ഉണ്ടല്ലോ, അവൻ നല്ല മനുഷ്യനാണ്. നമ്മുടെ ദാറുസ്സലാമിന് വേണ്ടി, ദീനിന് വേണ്ടിയൊക്കെ വിദേശ രാജ്യത്ത് ഓടി നടന്ന് അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഏത് സദസ്സിൽ പോയി ചെയ്യണമെന്ന് മരിച്ചു പോയ റിയാസിന് വേണ്ടി നാട്ടുകാർ വസിയത്ത് ചെയ്യാം. അതെങ്ങനെയാണ് നന്മ കിട്ടുന്നത്? എസ്കെഎസ്എഫിന്റെ കൂട്ടുകാരി മരിച്ചാൽ അല്ലേ, ഇവിടുത്തെ നല്ല കൂട്ടുകാരെ ഇവിടെ കണ്ടാൽ ഉസ്താദ്മാരോട് പറയും, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടെന്ന് ദുആ ചെയ്യും. അത് നമ്മളൊക്കെ തമ്മിലുള്ള ആത്മീയമായ ദീനിന്റെ പേരിലുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ പേരിലാണ്. ആ സ്നേഹബന്ധം ഉണ്ടാവണമെങ്കിൽ അല്ലാഹുവിന്റെ ദീനുമായി നമ്മൾ ചേർന്ന് നിൽക്കണം. ഇവിടുത്തെ കമ്മിറ്റിക്കാർ, ഇവിടെ നല്ലവരായ നാട്ടുകാർക്ക് മരിച്ചു പോകുമ്പോ നല്ല വേദികളിൽ വെച്ച് ദുആ ചെയ്യുമ്പോ സഹോദരങ്ങൾ അതൊക്കെ തന്നെ ഉണ്ടാകും. നമ്മുടെ വീട്, നമ്മുടെ ഗേറ്റും സംവിധാനങ്ങളും കാറും നമ്മുടെ കൂടെ പോരൂല. എത്ര വലിയ ഉണ്ടാക്കി വെച്ചാലും നമ്മൾ ഏകനായിട്ട് ദൃശ്യ ലോകത്തിലേക്ക് പോകേണ്ടി വരുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ജീവിതത്തിൽ ഒരുപാട് ഖൈറും ബറക്കത്തും അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രിയപ്പെട്ട 2 കൂട്ടുകാരോടും പറയാ, രണ്ടാമത് നമ്മൾ ഒരു കാഴ്ച കണ്ടല്ലോ. ഒരു കല്ല് കൊണ്ട് മറ്റവന്റെ തല എറിഞ്ഞു പൊളിക്കുന്ന കാഴ്ച കണ്ടല്ലോ. ആരാണെന്നൊന്ന് പറഞ്ഞു തരണേ. എന്ത് തെമ്മാടിത്തരമാണ് അവന് ദുനിയാവിന്റെ ഭൂമുഖത്ത് ചെയ്തു പോകുന്നത്? എന്ത് തിന്മയാണ് അവന് ദുനിയാവിന്റെ ഭൂമുഖത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ 2 കൂട്ടുകാരും അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയാ, യാ റസൂലല്ലാഹ്, നബിയേ, ഇൽമു പഠിച്ച ആളുകളാണ്
പഠിച്ച ആളുകളാണ് നബിയേ. ഖുർആൻ പഠിച്ചവരാ, ഹദീസ് പഠിച്ചവരാ, എല്ലാ ദിവസവും വഅദ് കേൾക്കാൻ വന്നിട്ട് ദീൻ പഠിച്ചവരാണ്, ഇൽമുള്ളവരാണ്, അറിവുള്ളവരാ. പക്ഷേ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാത്തവരാ. അറിവിൽ നിന്ന് പറഞ്ഞില്ലല്ലോ. വാട്സപ്പുകളിലൂടെ, മീഡിയകളിലൂടെ എല്ലാ വാക്കുകളും ദയവായി കേൾക്കുന്ന ആളുകളല്ലേ. വിജ്ഞാനത്തിന്റെ എല്ലാ പറുദീസകളും നമ്മുടെ കൈവെള്ളിയിലേക്ക് തുറക്കപ്പെട്ടതല്ലേ. പക്ഷേ നമ്മുടെ മനസ്സിനകത്ത് മാറ്റമുണ്ടോ? ഇൽമുള്ള ആളുകളാണ്, പക്ഷേ ഇൽമിനനുസരിച്ച് അവർ പ്രവർത്തിക്കാത്തവരാ. ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കാത്തവരാ. അവർക്ക് അല്ലാഹുവിന്റെ അദൃശ്യ ലോകത്തുള്ള ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ മലായികത്തെ കിറാമ് വന്നിട്ട് കണ്ടെടുത്ത് തലയെറിഞ്ഞു കൊടുക്കുകയാ, തല പിളരുകയാ, വീണ്ടും പഴയ പണിയാവുകയാ, രണ്ടാമതും എറിഞ്ഞു കൊടുക്കുകയാ. ഈ പതിവ് ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ തുടരുകയാ. ചുരുക്കണ്ട പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാഴ്ച എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പ്രിയപ്പെട്ട കൂട്ടുകാരി പറയാ, നമ്മുടെ ഒരു അടുപ്പ് കണ്ടല്ലോ നബിയേ, ഒരു അടുപ്പ് കണ്ടല്ലോ നബിയേ. ആ അടുപ്പിനകത്ത്, അതിന്റെ മുകൾ ഭാഗത്ത് ഒരു ചെമ്പിനകത്ത് ഒരുപാട് ആണുങ്ങളും പെണ്ണുകളും നഗ്നരായി വിളിക്കുന്നത് കണ്ടല്ലോ നബിയേ. അവരാരാണ് നബിയേ? അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് കൂട്ടുകാരി പറയാ, യാ റസൂലല്ലാഹ് നബിയേ, അവരാരെന്നറിയുമോ നബിയേ? വ്യഭിചാരം ചെയ്യുന്നവരാ, വ്യഭിചാരം ചെയ്യുന്നവരാ. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയ ആളുകളാണ് നബിയേ. അവർക്ക് അല്ലാഹുവിന്റെ പരലോകത്തിന്റെ മുന്നേ അദൃശ്യ ലോകമാകുന്ന കവരന്റെ ലോകത്ത് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ. നാലാമതൊരു ചുവന്ന പുഴ കണ്ടല്ലോ നബിയേ. ആ ചുവന്ന പുഴയുടെ നടുത്തടത്തില് ഒരു ചെറുപ്പക്കാരൻ കട്ടപ്പെട്ടുകൊണ്ട് കരയിലേക്ക് നീന്തുകയാ. കരഭാഗത്തെത്തുന്നത് സുബ്ഹാനല്ലാഹ്, കരയിലെത്തുന്ന നേരത്ത് ആ കരഭാഗത്തുള്ള ആളവനെ പുഴയിലേക്ക് കാട്ടി ഓടിക്കുകയാ. അതാരെന്നറിയുമോ? ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയാണ്, അരിഭാ പലിശ തിന്നുപോയവനാ, പലിശ തിന്നുപോയ ആളുകളാ. ലോണെടുത്തിട്ട് പലിശയായി, വെട്ടി പലിശയായി. അതിന്റെ പിന്നാലെ ഓടി നടന്നിട്ട് എന്തിനാ പലിശന്റെ പിന്നാലെ പോയത്? ഉണ്ടാക്കാനാണ്, ഗെറ്റ് കെട്ടിപ്പടുക്കാനാ, ഉള്ള വീട് കോടി പിടിപ്പിക്കാനാ, ഒരു കോടിയുടെ വീട് 10 കോടിയുടെ നേക്കാനാ, സ്വിഫ്റ്റ് ഇന്നോവയാക്കാനാണ്. അതിനുവേണ്ടി ലോൺ എടുത്ത് പലിശയായിട്ട് പലിശന്റെ പിന്നാലെ ഓടി നടന്നു പോയെങ്കിൽ അല്ലാഹുവിന്റെ അദൃശ്യ ലോകത്തുള്ള പാപമാണ് എന്ന്, അദൃശ്യ ലോകത്ത് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമതൊരു കാഴ്ച കണ്ടല്ലോ നബിയേ. എന്ത്? ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ കണ്ടല്ലോ. വൃദ്ധനായ മനുഷ്യന്റെ അടുത്ത് ഒരുപാട് ചെറിയ മക്കളുണ്ട്, ഒരുപാട് ചെറിയ മക്കളുണ്ട്. കളിക്കുകയാണ്, അവർ പാട്ടുപാടി ഉല്ലസിക്കുന്നു. ആരറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണത്. അവരുടെ പരിസരത്തുള്ള ചെറിയ മക്കൾ കുഞ്ഞുനാളിൽ മരിച്ചുപോയ ചെറിയ 8 പൊട്ട് തിരിയാത്ത മക്കളാണിത്. പിന്നീട് 2 വീട് കണ്ടല്ലോ. വീട്ടുകാരെന്നറിയോ? നബി തങ്ങളോട് ആ 2 കൂട്ടുകാരും പറയുന്നു, അലാ മൻസിലുകാ നബിയേ, ഈ മനോഹരമായ വീട് നിങ്ങളുടേതാണ്, നിങ്ങളുടെ വീടാണ് നബിയേ. ഈ സംഭവം അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബികളോട് പറയുന്നു, ഇന്നലെ രാത്രി കണ്ട സ്വപ്നമാണിത്. അങ്ങനെ ഈ വീട് നബിയുടേതാണെന്ന് പറഞ്ഞതിന്റെ ശേഷം 2 കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു, നിങ്ങളാരാണ്? അവർ പറഞ്ഞു, നബിയേ, അന ജിബ്രീൽ വഹാദാ മീകായിൽ. നബിയേ, ഞാൻ ജിബ്രീലാണ്, ഇത് മീകായിലാണ്. നബിയേ, ഇത് മീകായിൽ. ഞങ്ങൾ 2 പേരും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്.
അല്ലാഹുവിന്റെ സത്യം നിങ്ങളോട് പറയാൻ, അദൃശ്യ ലോകത്തിൽ അദാബ് നിങ്ങൾക്ക് കണ്ടിത്തരാൻ, സഹാബികളോട് പറയാൻ, മാനവർക്ക് വഴി വെളിച്ചമായി നിങ്ങൾക്ക് നന്മ ഉപദേശിക്കാൻ അല്ലാഹു ഞങ്ങളെ പറഞ്ഞയച്ചതാണ്. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തെങ്കിലും ഹവ പറയുന്നവരല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തെങ്കിലും ഹവ പറയുന്നവരല്ല. പക്ഷേ യന്തിഖു അനിൽ ഹവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വർത്തമാനമാണ്, വഴിയുടെ വെളിച്ചമാണ്. ഈ 5 കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടതാണ്. 5 കാര്യങ്ങളെ പറ്റി ഹബീബായ നബി തങ്ങൾ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കരയുകയാണ്. സഹാബികൾ നബിയോട് പറയുന്നു, നബിയേ ഈ 5 കാര്യമുണ്ടല്ലോ നബിയേ, നിങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടല്ലോ നബിയേ, അത് പരലോകത്ത് വെച്ചിട്ടാണോ അല്ല ഖബറിൽ വെച്ചിട്ടാണോ? അല്ലാഹുവിന്റെ പ്രവാചകന് സഹാബികളോട് പറയുന്നു, സഹാബാ ആ ശിക്ഷകളെല്ലാം ഖബറിൽ അല്ലാഹു കൊടുക്കുന്നതാണ്. പരലോകത്തെത്തുന്നതിന്റെ മുന്നേ അദൃശ്യലോകത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന നേരത്ത് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠിക്കുക, നമ്മളെല്ലാവരും അദൃശ്യങ്ങളുടെ ലോകത്തിലോട്ട് കാലെടുത്തു വെക്കുമ്പോൾ ഈ പറയുന്ന പാപങ്ങളാണ് ദുനിയാവിൽ ചെയ്തതെങ്കിൽ അവിടെ നമ്മൾക്ക് മൈസറിലെത്തുന്നതിന് മുമ്പ് ലഭിക്കുന്ന ശിക്ഷയാണിത്. നമ്മൾ വിചാരിക്കും മൈസർ വളരെ ശാന്തമാണല്ലോ, ശ്മശാനം എന്തോ ഒരു ശാന്തമാണല്ലോ എന്ന് വിചാരിച്ച് വഞ്ചനയിൽ അകപ്പെടണ്ട. അവിടെ നടക്കുന്ന അലാബുകളുണ്ടല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാ, ഒരു ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹത്തിന് 100 അടിച്ചാട്ടമാറുണ്ട്. അല്ലാഹു തആല ശിക്ഷയായിട്ട് വിധിച്ചിരിക്കുകയാ. അവൻ പൊട്ടിക്കരഞ്ഞ് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ റബ്ബേ ഖബറിന്റെ ലോകത്തിന് അടിക്കല്ല റബ്ബേ, എന്നെ ശിക്ഷിക്കരുതേ അല്ലാഹ്. അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്ത നേരത്ത് സുബ്ഹാനല്ലാഹ് 99 അടി അല്ലാഹു കൊടുക്കുകയാണ്. ഒരൊറ്റടി മതി എന്ന് പറയുകയാ. അങ്ങനെ ഖബറിന്റെ ലോകത്ത് അവൻ ഒരൊറ്റടി അല്ലാഹു അടിക്കുകയാണ്. ആ നേരത്ത് ഖബറിന്റെ ഭാഗത്ത് തീ പുകയുകയാണ്. തീ കൊണ്ട് ഖബറാകെ നിറഞ്ഞു പോവുകയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു പോരെങ്കിലും എന്റെ പ്രിയപ്പെട്ട പെരുമ്പായുടെ പരിസരത്തുള്ള കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ നിങ്ങളും പോകേണ്ട വീടിന്റെ കഥയാ പറയുന്നത്. ഏതെങ്കിലും സിനിമാ നടൻ പറഞ്ഞതല്ല, ഏതെങ്കിലും കഥാകൃത്ത് പറഞ്ഞതല്ല, ലേഖനം എഴുതുന്നവൻ വിളമ്പി തന്നതല്ല. പക്ഷേ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകര്, കള്ളം പറയാത്ത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഹീന്റെ വെളിച്ചമായി നമ്മളോട് പറഞ്ഞതാണ്. ആ ലോകത്ത് അല്ലാഹു നമ്മൾക്ക് നന്മ തരട്ടെ. നമ്മൾ വിചാരിക്കും അതെന്തോ ഒരു ശാന്തമാണ്, എന്തോ ഒരു സുഗന്ധമാണ്, ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഓർക്കുക, നമ്മളൊന്ന് ചിന്തിക്കുക. മഹാന്മാരായ ആളുകൾ, പണ്ഡിതന്മാർ കണ്ണുകൊണ്ട് കണ്ട ചില അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് യാത്ര പോകേണ്ടതുണ്ട്. നമ്മുടെ പരിപാടിക്ക് വലിയ ചെലവുണ്ട് എന്നറിയാം. നിങ്ങളെല്ലാവരും മനസ്സ് നിറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നല്ല സ്വതക്ക കൊടുക്കണം. ഇവരെല്ലാവരും നല്ല സ്വതക്ക കൊടുക്കണം. അല്ലാഹു നമ്മെ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അദൃശ്യ ലോകത്തിലെ നന്മ ആഗ്രഹിച്ചിട്ട് സഹോദരിമാരൊക്കെ എന്ത് ചെയ്യാ, നല്ലൊരു സ്വതക്കത്തിലേക്ക് സംഭാവന ചെയ്യാൻ. കൊടുക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളൊക്കെ ഉള്ള പരിപാടിയിൽ നല്ല സ്വതക്ക കൊടുക്കുമെന്ന് പറയാം. അല്ലാഹു ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവിധ ജീവിതത്തിലും ഖൈറും ബർക്കത്തും പുരോഗതിയും അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ആരായ അബ്ദുല്ലാഹ് ഇബ്നു സാലിം ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല ഒരു സംഭവം പറയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോനാണ് സാലിം റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വന്തം വാപ്പയിൽ നിന്ന് അനുഭവവേദ്യമായ ഒരു കഥ പറയാം. അദ്ദേഹം പറയുന്നു, എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയുടെയും മദീനയുടെയും പരിസരത്തുള്ള ഒരു പള്ളി ശ്മശാനത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന നേരത്താണ് ഒരു ഖബർ ശ്മശാനത്തിന്റെ അരികത്തെത്തിയപ്പോ ഒരു ഖബറിന്റെ പുറത്ത് ഒരു ശരീരം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും കഥ കേൾക്കുന്നതല്ല, മഹാന്മാരെ കണ്ടുകൊണ്ട് കണ്ട സംഭവം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ കണ്ടുജോ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബികളുണ്ടല്ലോ, കണ്ടുജോ, അവര് നക്ഷത്രങ്ങളെ പോലെയാ അവരെ പിന്തുടരുന്ന ആളുകളുണ്ടല്ലോ, അവര് പറയുന്നത് കേൾക്കുന്നവർക്കുണ്ടല്ലോ ഹിദായത്തിന്റെ വെളിച്ചമുണ്ട് എന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ സ്വഹാബികളിൽ പ്രമുഖരായ മഹാനായ ഉമർ തങ്ങളെ പൊന്നുമോ സ്വഹാബിയായ അബ്ദുല്ലാഹ് മക്കയുടെയും മദീനയുടെയും പരിസരത്ത് ചെല്ലുമ്പോ ഒരു പള്ളിയുടെ ശ്മശാനത്തിന്റെ പുറത്ത് ഒരു ശരീരം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോ അബ്ദുള്ളയെ ആ ശരീരം കാണുകയാ, കത്തിക്കൊണ്ടിരിക്കുന്ന ശരീരം അബ്ദുള്ള തങ്ങൾ കാണുകയാ. അബ്ദുള്ളയോട് അവർ പറയുകയാ, യാ അബ്ദുല്ലാഹ് ഉൻസുർനീ, എന്നെ ഒന്ന് സഹായിക്കണേ അബ്ദുല്ലാഹ്, ഞാനിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്റെ ശരീരത്തിലേക്ക് അല്പം വെള്ളം ഒന്നൊഴിക്കുമോ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, ആ വർത്തമാനം കേട്ടുകൊണ്ട് ഞാൻ ഓടുകയാ. എവിടെയാ കിണറുള്ളത്? എവിടെയാ ജലം ലഭിക്കാനുള്ളത്? എന്നിട്ട് വെള്ളമെടുത്ത മനുഷ്യന്റെ ശരീരത്തിൽ ഒഴിക്കണമല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ വെള്ളം തേടി നടക്കുന്ന നേരത്ത് ആരോ വിളിച്ചു പറയുന്ന അബ്ദുല്ലാഹ്, ആ മനുഷ്യൻ നിങ്ങൾ സഹായിക്കല്ലേ, എന്തെന്നറിയോ? ആ മനുഷ്യന് ദുനിയാവിൽ തിന്മ ചെയ്തവനാ, ദുനിയാവിൽ നന്മ കാണുന്ന നേരത്ത് ധിക്കരിച്ചവനാ, ദീനിന്റെ സദസ്സിനോട് വിമുഖത കാണിച്ചവനാ, അല്ലാഹുവിന്റെ പ്രവാചകനോട് വിമുഖത കാണിച്ചവനാ, പഠിച്ചവനോ ഇഷ്ടപ്പെടാത്തവനാ, തോന്നിവാസം ചെയ്ത് ദുനിയാവിന്റെ ഭൂമുഖത്ത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ പിന്നാലെ ഓടിയവനാ. അവൻ നിങ്ങൾ വെള്ളമൊഴിച്ച് സഹായിക്കരുതേ, എന്നിട്ടാരോ വിളിച്ചു പറയുന്ന ദുനിയാവിന്റെ ഭൂമുഖത്തുള്ള സർവ്വ വെള്ളമെടുത്ത മനുഷ്യന്റെ ശരീരത്തിൽ ഒഴിച്ചാലും ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഒരു തുള്ളി ആ ഞാറായത്തി കെടുത്ത നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല. അത് നരകത്തിന്റെ തീയാ, അത് നരകത്തിലെ തീയാണ്. അതുകൊണ്ടില്ല സഹായിക്കരുതേ എന്ന് ആരോ വിളിച്ചു പറയാ. പരിസര ഭാഗത്ത് നോക്കുന്ന നേരത്ത് ആരെയും കാണുന്നില്ല. അബ്ദുല്ലാഹ് എന്നവർ പൊട്ടിക്കരഞ്ഞ് വീട്ടിലേക്ക് ഓടുകയാ. ഓടുന്ന നേരത്ത് ആ ശ്മശാനത്തിലേക്കൊന്ന് നോക്കിയ നേരത്ത് ആ മനുഷ്യന് ഖബറിലേക്ക് ആരോ വലിച്ചു കൊണ്ടുപോവുകയാ. ചങ്ങല കൊണ്ട് ഖബറിലേക്ക് വലിക്കപ്പെടുകയാ. ഞെട്ടലോടെ ബഹുമാനപ്പെട്ടവരോടുകയാ. അദ്ദേഹം പറയുന്നു, പിന്നീട് ഞാൻ ആ പരിസരത്തൂടെ ഒറ്റയ്ക്ക് നടന്നിട്ടില്ല, ആ പരിസരത്തൂടെ പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഇത്രമേൽ എന്റെ മനസ്സ് നദിച്ചു പോയ കാഴ്ചയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടുകൊണ്ട് കണ്ട സഹാബി പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ദീനിലത് തെളിവല്ല.